പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് പുതിയകോട്ട മഖാം ഉറുസ് 2026 പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള അന്നദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 9 ആരംഭിച്ച ഈ ഉറൂസ് നിരവധി പണ്ഡിതന്മാരും അതുപോലെ തന്നെ പ്രഭാഷകന്മാരും ഇവിടെ പ്രാർത്ഥനയും പ്രഭാഷണങ്ങളൊക്കെ നടത്തി ഇന്ന് 13 പുതിയകോട്ട മഖാം ഉറൂസിന് പരിസമാപ്തി കുറിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആയിരങ്ങൾക്കുള്ള അന്നദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി കശബ് കറാമത്തുകളാൽ അനുഗ്രഹീതമായ പുതിയകോട്ട പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അസറത്തുൽ ഫക്കീർ തഖി വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ 2 വർഷത്തിൽ ഒരിക്കൽ കഴിച്ചു വരാറുള്ള ഉറൂസ് നേർച്ചയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ആയിരങ്ങളുടെ അന്നദാനങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഭക്ഷണം സ്വീകരിക്കാൻ വന്ന മുഴുവൻ ആളുകളും ഭക്ഷണം ഏപ്രിൽ 9 ആരംഭിച്ച ഈ ഉറൂസ് നിരവധി പണ്ഡിതന്മാരും അതുപോലെ തന്നെ പ്രഭാഷകന്മാരും ഇവിടെ പ്രാർത്ഥനയും പ്രഭാഷണങ്ങളൊക്കെ നടത്തി ഇന്ന് 13 പുതിയകോട്ട മഖാം ഉറൂസിന് പരിസമാപ്തി കുറിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആയിരങ്ങൾക്കുള്ള അന്നദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അടക്കമുള്ള ഒരുപാട് പ്രഗത്ഭ വ്യക്തികൾ പങ്കെടുത്ത ഈ ഒരു ഉറൂസ്, ഒരുപാട് ഭക്തജനങ്ങൾ ഈ ഒരു ഉറൂസ് വേദിയിലേക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള മക്ബറയിലേക്കും സിയാറത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി ഈ മക്ബറയിലേക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഉറൂസ് അങ്കണത്തിലേക്കും എത്തിച്ചേർന്നു എന്നതാണ് വ്യത്യസ്തമായ കാര്യം. ഇന്ന് ഈ നടക്കുന്ന അന്നദാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മഹല്ല് നിവാസികൾ വളരെ ഐക്യത്തോടു കൂടി ദിവസങ്ങളോളമായി ഉറൂസിന് വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, മഹല്ല് നിവാസികൾ, ഭാരവാഹികളൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തിച്ച് ഈ ഒരു പ്രവർത്തനം ഇവിടം വരെ എത്തിയത്. ചരിത്രപ്രസിദ്ധമായ പുതിയകോട്ട മഖാം ഉറൂസിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള അന്നദാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയത്. ജാതി മതഭേദമന്യേ ഇവിടെ ഈ ഒരു ഉറൂസിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ടും അത് കഴിഞ്ഞ 9 തീയതി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശധീരനായ പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ഖാദിയുമായ നിരവധി കശബ് കറാമത്തുകളാൽ അനുഗ്രഹീതമായ പുതിയകോട്ട പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അസറത്തുൽ ഫക്കീർ തഖി വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ 2 വർഷത്തിൽ ഒരിക്കൽ കഴിച്ചു വരാറുള്ള ഉറൂസ് നേർച്ചയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ആയിരങ്ങളുടെ അന്നദാനങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഭക്ഷണം സ്വീകരിക്കാൻ വന്ന മുഴുവൻ ആളുകളും ഭക്ഷണം വാങ്ങിച്ചതിന് ശേഷമേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും നൽകാനുള്ള ഭക്ഷണം ഞങ്ങൾ ഇവിടെ പാകം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഭക്ഷണം വാങ്ങിച്ചതിന് ശേഷമേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. ഇന്ന് ഈ നടക്കുന്ന അന്നദാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മഹല്ല് നിവാസികൾ വളരെ ഐക്യത്തോടു കൂടി ദിവസങ്ങളോളമായി ഉറൂസിന് വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, മഹല്ല് നിവാസികൾ, ഭാരവാഹികളൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തിച്ച് ഈ ഒരു പ്രവർത്തനം ഇവിടം വരെ എത്തിയത്. ചരിത്രപ്രസിദ്ധമായ പുതിയകോട്ട മഖാം ഉറൂസിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള അന്നദാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയത്. ജാതി മതഭേദമന്യേ ഇവിടെ ഈ ഒരു ഉറൂസിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ടും അത് വളരെ ശ്രദ്ധാപൂർവം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇവിടെയുള്ള ഈ ഒരു പ്രവർത്തകന്മാർക്കും ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുകയാണ്. सर झुका के नबी दे कदमाच सर झुका के कभी दरूदो सलाम मेरा सलाम मेरा सलाम अलैका जाके सलाम
ചരിത്രപ്രസിദ്ധമായ പുതിയകോട്ട മഖാം ഉറൂസിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള അന്നദാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയത്. ജാതി മതഭേദമന്യേ ഇവിടെ ഈ ഒരു ഉറൂസിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ടും അത് വളരെ ശ്രദ്ധാപൂർവം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അടക്കമുള്ള ഒരുപാട് പ്രഗത്ഭ വ്യക്തികൾ പങ്കെടുത്ത ഈ ഒരു ഉറൂസ്, ഒരുപാട് ഭക്തജനങ്ങൾ ഈ ഒരു ഉറൂസ് വേദിയിലേക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള മക്ബറയിലേക്കും സിയാറത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി ഈ മക്ബറയിലേക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഉറൂസ് അങ്കണത്തിലേക്കും എത്തിച്ചേർന്നു എന്നതാണ് വ്യത്യസ്തമായ കാര്യം. ഇന്ന് ഈ നടക്കുന്ന അന്നദാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മഹല്ല് നിവാസികൾ വളരെ ഐക്യത്തോടു കൂടി ദിവസങ്ങളോളമായി ഉറൂസിന് വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, മഹല്ല് നിവാസികൾ, ഭാരവാഹികളൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തിച്ച് ഈ ഒരു പ്രവർത്തനം ഇവിടം വരെ എത്തിയത്. ചരിത്രപ്രസിദ്ധമായ പുതിയകോട്ട മഖാം ഉറൂസിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള അന്നദാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയത്. ജാതി മതഭേദമന്യേ ഇവിടെ ഈ ഒരു ഉറൂസിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ടും അത് വളരെ ശ്രദ്ധാപൂർവം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇവിടെയുള്ള ഈ ഒരു പ്രവർത്തകന്മാർക്കും ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുകയാണ്. കരീം മൈത്രി.